പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ സംസാരിക്കുന്ന നമ്മളെ മലപ്പുറം സ്ലാങ്ങിനെ കുറിച്ച് കുറച്ച് ആളുകൾ മെൻഷൻ ചെയ്തിട്ട് കമൻ്റ് ഇട്ടതും പേഴ്സണലി മെസ്സേജ് അയച്ചതൊക്കെ ഞാൻ കണ്ടു. അവർ പറയുന്നത് വീഡിയോ ചെയ്യുമ്പം നല്ല രീതിയിൽ സംസാരിച്ചൂടെ, ഈ പൈൻറ്റും പാട്ട എന്നൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം അവരോട് പറയാനുള്ളത്, ഞങ്ങൾ മലപ്പുറത്തുകാർ എപ്പോഴും എവിടെ ചെന്നാലും മലപ്പുറം സ്ലാങ്ങിലെ സംസാരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. അല്ലാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ, അതായത് പ്രിന്റഡ് സ്ലാങ് മലയാളം സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ബട്ട് എന്താണെന്നറിയാം, ഞങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ഞങ്ങളുടെ ആ സ്പീച്ചിൻ്റെ ഒരു പൂർണ്ണത കിട്ടൂല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മളുടെ മലപ്പുറം ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്നും മെയിൻ്റ് ആക്കണ്ട. അത് എൻ്റെ ഒരു ശൈലിയാണ്, എൻ്റെ സ്ലാങ് നിങ്ങൾ ആരും നോക്കണ്ട. ഞാൻ അങ്ങനെയാണ്, നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ സംസാരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറത്തുകാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. മലപ്പുറത്തുകാരെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ, പിന്നെ ഞാൻ എല്ലാവരും പറയുന്നത്, ഞാനത് പറഞ്ഞിട്ട് ഒരുപാട് വഷളാക്കുന്നില്ല. അപ്പോൾ അതാരും മെയിൻ ചെയ്യണ്ട. പിന്നെ ഇപ്പോൾ കുറേ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ യൂട്യൂബേഴ്സിനെതിരെ ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ഒരുപാട് പല രീതിയിലായിട്ടുള്ള ട്രോളുകളും വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ ആളാണ്, സ്റ്റാർട്ടിങ് ആണ്, ജസ്റ്റ് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോളുകളും ഈ കളിയാക്കുന്നവരെ ഒന്നും മെയിൻ ചെയ്യേണ്ട, അവരൊക്കെ ഒഴിവാക്കി. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് പരിഹാസമാണ് ഉണ്ടായിട്ടുള്ളത് പല ആളുകളുടെ അടുത്തുനിന്നും. തനിക്ക് വട്ടാണോ, തനിക്ക് വേറെ പണിയില്ലടോ, തനിക്ക് വല്ല പണിക്കും പൊക്കൂടടോ എന്നൊക്കെ രീതിയിൽ പല റിപ്ലൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മെയിൻ്റാക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാനും പോയിട്ടില്ല. അവരവിടെ പറഞ്ഞോട്ടെ വെച്ചിട്ട് ഒഴിവാക്കി വിട്ടിട്ടാണ്. നമ്മളൊരു വഴിക്ക് ഇറങ്ങിയാൽ ആ വഴിക്ക് തന്നെ പോവുള്ളൂ. നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുള്ളേ. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ സങ്കടം പറയുന്നത് കേട്ടു, കാണാനിടയായി കമൻറ്റ് ബോക്സിലൂടെ റിപ്ലൈ ആയിട്ടൊക്കെ. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ പാട്ടിന് വിടുക. അവർക്ക് പറയാൻ എവരിബഡി ഹാസ് ദെയർ സ്പേസ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അവരുടെ ആരുടെയും ചിലവിലൊന്നുമല്ല നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നതും നമ്മളെ ക്രിയേറ്റിവിറ്റി നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോസ് ചെയ്തോ. എന്താണ്, ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണോ അത് ധൈര്യമായിട്ട് ചെയ്തു. ഒരുത്തനെ പേടിക്കാൻ പോണ്ട. പുച്ഛിക്കുന്നവർ എന്നും പുച്ഛിച്ചുകൊണ്ടേയിരിക്കും. അത് അവർക്ക് അസൂയായിട്ടുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അസൂയ കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനേ നിൽക്കണ്ട. അവരവരുടെ പാട്ടിനെ വിട്ടേക്ക്. മുതുകാട് സാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല നമ്മളുടെ ലൈഫ്. നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ആ ചൊറിയുന്നവരൊക്കെ ആട് മാറ്റി നിർത്തിക്കാതെ അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയും. അവരോടൊന്നും ചിലവിലല്ല നമ്മളിവിടെ വീഡിയോ ചെയ്തത്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ്, നമുക്കറിയാവുന്ന ക്രിയേറ്റിവിറ്റി നമുക്ക് യൂട്യൂബിലൂടെ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് അത് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരെ മെയിൻറ്റെയിൻ വേണ്ട, അവരെ ഒഴിവാക്കി വിടും. ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. പിന്നെ ഞാൻ വെറുതെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പരാതിയായിട്ട് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ അതിനാളുമല്ല, കാരണം നമ്മൾ ഒന്നും ആയിട്ടില്ല യൂട്യൂബിൽ, ജസ്റ്റ് തുടക്കക്കാരനാണ്. ഏതൊരു സക്സസ് ആയ യൂട്യൂബേഴ്സിൻ്റെയും ഭൂതകാലം ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ സ്റ്റാർട്ടിങ് ടൈം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരുപാട് അവഗണനകളുടെയും ഒരുപാട് പരിഹാസങ്ങളുടെയും കഥകൾ പറയാനുണ്ടാവും. ഏതൊരു യൂട്യൂബേഴ്സിനും ഉണ്ടാവും. പിന്നെ സപ്പോർട്ട് ചെയ്യൽ കുറേ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ ഇതിൽ നിന്ന് പിന്മാറൂല എന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴേക്കാരും പിന്നെ സപ്പോർട്ടുമായിട്ടൊക്കെ വരുത്തില്ല. അപ്പോൾ ഈ അവഗണിക്കുന്നവരെയും ഈ നമ്മളുടെ ഈ കളിയാക്കുന്നവരെയും നമ്മളുടെ ഒരു സപ്പോർട്ടിങ് ആളായിട്ട് കൊണ്ടുവരൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പെർഫെക്റ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെർഫെക്റ്റ് കിടിലൻ വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ കഴിവുകൾ നമ്മൾ തെളിയിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ ആരുമല്ല, നമുക്ക് എക്സ്പീരിയൻസും കുറവാണ്, നമ്മൾ പുതിയ ആളല്ല യൂട്യൂബിൽ.
അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് കൊണ്ടുള്ള 2 പോട്ടുകളാണ്. മുമ്പ് ഞാൻ അത് വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആ വീഡിയോ ഒന്നും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇത് പോട്ടുകൾ ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാം. ഇഷ്ടപ്പെടുന്നവർ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം. ഗൈസ്, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫൗണ്ടേഷനാണ് ഉണ്ടാക്കേണ്ടത്. ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ഒരിക്കലും നമുക്ക് മണ്ണ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് നിർബന്ധമായിട്ടും സിമെൻറ്റ്, സാൻഡ്, കമ്പി ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ സിമെൻറ്റ് വെച്ചിട്ടുള്ള ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കമ്പി നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കമ്പിയാണ്. ചെറിയ കനം കുറഞ്ഞ കെട്ട് കമ്പിയില്ല, നമ്മൾ വാർപ്പിൻ്റെ കമ്പികളൊക്കെ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് കമ്പി. ആ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എത്ര പോകുന്ന സിമ്പിൾ കമ്പി, കാരണം ആ സിമെൻറ്റ് ഇങ്ങനെ കട്ട മുറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട്, അത്രേ ഉള്ളൂ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയൊരു പോട്ടുണ്ടാക്കാനുള്ള, അതിന് വലിയ വെയിറ്റ് താങ്ങുന്ന സ്ലാബിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗം കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് എനിക്ക് വേണ്ട രീതിയിൽ റഫാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലെയറുകൾ വെക്കേണ്ട സ്പേസുകളെല്ലാം റഫാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് പ്രധാനപ്പെട്ട ഘടകമാണ് മണ്ണ്. മണ്ണ് അരിപ്പ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ. ഒരു കൊട്ട മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ മണ്ണിൻ്റെ അതേ അളവിൽ തന്നെ കോക്കോപീറ്റും എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോട്ടിൻ്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണ് മാത്രമാകുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയി, കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഈ ചകിരിച്ചോറും മണ്ണും നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. അതിന് കൂടെ വെള്ളം കൂടി കൂട്ടിയിട്ട് നല്ല സെറ്റാക്കി എടുക്കണം. നമ്മൾ സാധാ ഒരു ബോൾ രൂപത്തിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മിക്സ് ചെയ്യണം. ഫെവിഗോളും വൈറ്റ് സിമെൻറ്റും മിക്സ് ചെയ്തിട്ട് ഞാൻ ഓരോ ലെയറിലും അതുപോലെ ഈ പിന്നെ ഫൗണ്ടേഷൻ റഫ് ചെയ്ത ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡറി പ്രൊട്ടക്ഷൻ മാത്രം. അതിനുശേഷം ഈ കുഴച്ച് വെച്ച മണ്ണ് ഓരോ ബോൾ രൂപത്തിലാക്കി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെങ്ത്ത് കൂട്ടിയിട്ട് ആ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട ഫൗണ്ടേഷനിൽ ആ ഓരോ ഭാഗത്തേക്ക് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ആക്ച്വലി 2 ഡിസൈനിലുള്ള 2 പോട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെയും വീഡിയോസ് ഒരുമിച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ 2 എണ്ണം ഉണ്ടാക്കുന്ന രീതി ശരിക്കും കാണാൻ. ഇത് കുറച്ച് റൗണ്ടായിട്ടുള്ള ഒരു പോട്ടാണ്, ഒരു ഡിസൈനാണ്. അതേപോലെ തന്നെ മറ്റേത് സ്ക്വയറായിട്ടുള്ള വേറൊരു ഡിസൈനുമാണ്. അങ്ങനെ 2 രീതിയിലുള്ള ഡിസൈനുകൾ ഉള്ള പോട്ടുകളാണ് ഞാൻ നിർമ്മിക്കുന്നത്. ഇത് ഒരു സ്ക്വയറായിട്ടുള്ള ഒന്നാണ്, മറ്റേത് ഒരു റൗണ്ട് മോഡലുമാണ്.
ഇനി 2 പോട്ടുകളും ഒരു വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട്, ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നല്ല നമുക്കിഷ്ടപ്പെട്ടുള്ള കളറിലുള്ള പെയിൻറ്റ് വാങ്ങിയിട്ട് ആ പെയിൻറ്റും അടിച്ച് ഇങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ സംഗതി കിടുക്കും. അതിൻ്റെ ഉൾഭാഗം പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളവിടെ മണ്ണൊക്കെ ഇടാനുള്ള, പിന്നെ പൊതുവെ മണ്ണിൻ്റെ ഒരു പോട്ടാണല്ലോ, അപ്പം നല്ലത് അതുപോലെ അവിടെ നിർത്തുന്നതാണ്. അത് ഈ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കും പ്ലാന്റിന് ഏറ്റവും ബെറ്റർ മണ്ണിൻ്റെ പോട്ട് തന്നെയാണ്. ഇത് ഞാനിപ്പോൾ രണ്ടും 2 കളറിൽ, ചെറിയൊരു കളർ വ്യത്യാസമുള്ളൂ, 2 കളറിൽ പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പോട്ടി മിക്സോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് ആ പ്ലാന്റ് അങ്ങോട്ട് നട്ട് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇൻഡോർ പോട്ടാണ്. അത്രയും ഭംഗിയാണ് ഇത് കാണാൻ, നല്ല ഭംഗിയുള്ള പോട്ടുകളാണ്. 2 ഡിസൈനും ഞാൻ ചെയ്തിട്ട് 2 ഡിസൈനും ഇൻഡോർ പോട്ടുകളാണ്. ഇൻഡോറിൽ വെക്കണം, പക്ഷെ നല്ല അടിപൊളി പ്ലാന്റും അതിൽ വെക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങണം. എൻ്റെ കയ്യിൽ നല്ല പ്ലാന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയുള്ള ഒരു പ്ലാന്റുകളൊക്കെ എടുത്ത് ഞാൻ വെച്ചെന്നുള്ളൂ. നല്ല അടിപൊളി സ്റ്റൈലൻ പ്ലാന്റുകൾ വെച്ചിട്ട് ഇത് വീടിൻ്റെ ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊളിക്കും.